നമുക്ക് ഇന്ന് വീഡിയോ കൂടെ പഴുത്ത മാങ്ങ എങ്ങനെ അച്ചാറുണ്ടാകുന്ന നോക്കാം. പഴുത്ത മാങ്ങ എന്ന് പറഞ്ഞാൽ അധികം പഴുക്കാൻ പാടില്ല, ഒരു പഴുപ്പ് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറാനേ പാടുള്ളൂ. ആ മാങ്ങ കൊണ്ട് നമുക്ക് അച്ചാർ തയ്യാറാക്കാം. ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനൊക്കെ നല്ലൊരു അച്ചാറാണിത്. ഈന്തപ്പഴ അച്ചാർ, അതുപോലെ മുന്തിരി അച്ചാറൊക്കെ പോലെ പഴുത്ത മാങ്ങ കൊണ്ടുള്ളൊരു അച്ചാറും അതിന് നല്ലൊരു കോമ്പിനേഷനാണ്. പഴുത്ത മാങ്ങിനിത് പ്രിയൂര് മാങ്ങിന് ഇത്തിരി പഴുപ്പ് കുറഞ്ഞ മാങ്ങിന് ഞാൻ എടുക്കണത്. ഇത്തിരി കണ്ടില്ലേ, ഇത്തിരി അത്ര അധികം കണ്ട് പഴുത്തിട്ടില്ല. അതുകൊണ്ട് അച്ചാറുണ്ടാക്കുമ്പോൾ അധികം ഉടഞ്ഞു പോകാണ്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കിട്ടും. ഇത് നമുക്ക് ചെത്തിയിട്ട് കഴുകി നല്ലോണം തുടച്ച് വെക്കണം കേട്ടോ. അങ്ങനെ വെച്ചതിന് മാങ്ങ. എന്നിട്ട് ഇതിങ്ങനെ ചെത്തിയിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കാം. തൊടിയോട് കൂടിയിട്ട് തന്നെ കഷ്ണങ്ങളാക്കാം. അത്യാവശ്യം പഴുത്തുണ്ട്. ഇതിനേക്കാളും പഴുപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതാവുമ്പോൾ കുറച്ച് ഉടയുന്നുള്ള കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് കിട്ടും. പഴുത്ത രസം നല്ലോണം നിൽക്കും. പിന്നെ കഷ്ണങ്ങളാക്കുമ്പോൾ ഇത്തിരി വലുതാക്കി കഷ്ണങ്ങളാക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും. അപ്പം നമുക്ക് കഷ്ണങ്ങളാക്കുന്നതും കൂടി ഒന്ന് നോക്കാം. ഇതുപോലെ ഇത്ര പോകുന്ന കഷ്ണങ്ങളാക്കാൻ നോക്കാം. അപ്പോഴാണ് അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കണ്ടോ, പിന്നത്തെ പ്രൊസീജിയറൊക്കെ സാധാരണ പോലെ തന്നെ നമ്മൾ കായപ്പൊടിയും ഇടണത്, പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് അച്ചാറായാലും കുറേ കാലം ഇരിക്കും. അപ്പോൾ എല്ലാവരും അച്ചാർ നല്ലെണ്ണ കൊണ്ട് വേണം ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പലൊക്കെ വന്നിട്ട് അച്ചാർ നാശമാവും. ഇതുപോലെയാണ് കഷ്ണങ്ങളാക്കിയുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടയും. ഇതുപോലെ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ അച്ചാർ കുറച്ച് ഉടഞ്ഞാലും നമുക്ക് കടിക്കാനായിട്ടുണ്ടാവും. പച്ചമുളക് 2-3 എണ്ണം, ഞാൻ 2 എണ്ണം എടുത്തുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്. അതുപോലെ വെളുത്തുള്ളി ഒരു ചെറിയൊരു കൊടാഞ്ച് ചെറുതെടുക്കുക, അല്ലെങ്കിൽ ഒരു 5-10 അല്ലി വെളുത്തുള്ളി. പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി നടുപൊളിച്ചത്, ഒരു 7-8 അല്ലി. അപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് തീ കത്തിച്ചതിന് ശേഷം ഒരു പാൻ വയ്ക്കാം. അപ്പം നല്ലെണ്ണ നമ്മൾ ഒഴിക്കുക. 2-3 സ്പൂണോളം ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് താളിക്കാൻ ഇടാം. എണ്ണ നല്ലോണം ചൂടാവണം, അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല. എണ്ണയിൽ നമ്മൾ കടുക് ഇടുന്നതോട് കൂടിയിട്ട് തന്നെ കടുക് പൊട്ടണം, അല്ലെങ്കിൽ പിന്നെ കടുക് പൊട്ടാണ്ട് ഇങ്ങനെ കിടക്കും. ഇപ്പം എണ്ണ ചൂടായിട്ട് ഇപ്പോൾ 1 സ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വറ്റൽമുളക് 2 എണ്ണം ഇടാം. അതിന് ശേഷം വേപ്പില 2 കതിർപ്പിടുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ് പുക വരുന്ന കാരണം ഒന്ന് ഓഫ് ചെയ്തത്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്തിട്ട് നമുക്കൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. പെട്ടെന്നാവും. ഇത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിന് 2 സ്പൂൺ ചേർക്കാം. അത് തീ ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കരിയത്. മഞ്ഞൾ പൊടി സ്പൂൺ. ഇതൊക്കെ തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടുള്ളത്. അത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിയും. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് മാങ്ങ ചേർക്കാനായിട്ട്. വിനാഗിരി ഒരു 2 സ്പൂണോളം ചേർക്കാം. എന്നിട്ട് തീ ഓണാക്കാം. പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറണം. വിനാഗിരിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒരു പച്ചക്കുത്ത് മാറണം. ഒന്നൊരു ഇത് യോജിപ്പ് വരണം. തിളച്ചൊന്ന് യോജിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴുത്ത മാങ്ങ ചേർക്കാം. ഇപ്പം നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ലോണം ഉടഞ്ഞ് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ പഴുത്ത മാങ്ങ അച്ചാർ. ഇതിലേക്ക് നമ്മൾ പിന്നെ കായപ്പൊടിയും അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും കൂടി ചേർക്കണം. അത് ഇതൊക്കെ യോജിച്ച് വന്നതിന് ശേഷം ചേർത്താൽ മതി.
ഉപ്പ് പൊടിപ്പണം ചേർക്കണം, ഉപ്പ് ചേർക്കണം, എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. അപ്പം എല്ലാ ഭാഗത്തേക്കും എത്ര സൈസ് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മാങ്ങ ഉടഞ്ഞ് ചേർന്നോളും. അതിനുശേഷം നമ്മൾ കായപ്പൊടി ചേർക്കണം. ചിലർക്ക് കായപ്പൊടി നല്ല ഇഷ്ടവും, അപ്പോൾ കുറച്ചധികം ചേർക്കണം. അതൊരു 1/2 സ്പൂണോളം ചേർക്കണം. ഉലുവാപ്പൊടിയും ചേർക്കണം. നമുക്ക് നല്ലോണം യോജിപ്പിക്കാം. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ചില്ലുകുപ്പിയിലേക്ക് മാറ്റാം. അപ്പം നല്ല മധുരമുള്ള അച്ചാറാണ് ഇത്. ബൗളിലേക്ക് മാറ്റി ചൂടാറിയിട്ട് നമുക്കൊരു ചില്ലുകുപ്പിയിലേക്കായിട്ട് മാറ്റാം. നമുക്ക് ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിലേക്ക് ഞാൻ പിന്നെ കുറച്ചും കൂടി ചൊറുക്കൊഴിച്ചിട്ട് വിനാഗിരി ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോഴാണ് നല്ലൊരു പുളി ടേസ്റ്റും കൂടി വരുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ ഇതിലിങ്ങനെ പറ്റി പിടിച്ചിട്ടിരിക്കും. കുറച്ചും കൂടി ചൊറുക്കൊഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം. ഒന്ന് ചൂടാക്കണമുണ്ടെന്നാൽ അതിൻ്റെ ഒരു വിനാഗിരിയിൽ ഒരു പച്ച ചുവ മാറാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഭാഗത്തെ നമ്മുടെ മസാലകളൊക്കെ ഇങ്ങോട്ട് കിട്ടും, പൊടികൾ. അപ്പോൾ ഗ്രേവി ഉണ്ടാവും ചെയ്യും. മധുരം കുറവുള്ള മാങ്ങയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ശർക്കര ചേർക്കാം. ഇതിലേക്ക് ഓൾറെഡി മധുരം ഉണ്ട്, പ്രിയൂര് മാങ്ങയാണ്, അത് കാരണം ഞാൻ ചേർക്കാത്ത. അപ്പോൾ വിനാഗിരി ഒന്ന് പച്ചച്ചവ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടില്ല, അരിവശമൊക്കെ ഒന്ന് തള വരുന്ന പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഗ്രേവി കുറഞ്ഞത് ഇങ്ങനെ നമുക്ക് കുറച്ച് ഗ്രേവി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ പഴുത്ത മാങ്ങ കൊണ്ടുള്ള അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം കഴുകി ഉണങ്ങിയ കുപ്പി വേണം എടുക്കാനായിട്ട്, ചില്ലുകുപ്പി. അപ്പം നമ്മുടെ അച്ചാറിന് ഒരു പൂപ്പലോ ഒന്നും വരാണ്ട് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കാൻ ബെസ്റ്റ് അച്ചാറിനത്. ഇത് ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം. ഇപ്പം തന്നെ അടച്ചു വയ്ക്കരുത്, അപ്പോൾ പിന്നെ ആവി വെള്ളം വീഴും. അപ്പോൾ നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കിയിട്ട് അതിന് ചിറ്റിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ എണ്ണ എങ്ങനെ നിൽക്കുമ്പോൾ ഒരു കേടും വരില്ല അച്ചാറിന്. നമുക്ക് പുറത്തേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാനൊക്കെ പറ്റും. എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആ ഒരു ഡയറക്റ്റായിട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ട്. അച്ചാറല്ല, നമ്മൾ കുറേ കാലത്തേക്ക് വേണ്ടി ഉണ്ടാക്കുന്നതല്ല. ഇത് കണ്ടത് ഒന്ന് ചൂടായി വന്നിട്ട് കണ്ട. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയത് ഞാൻ ഇത് ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഗ്രേവിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കുപ്പിയിലേക്ക് മാറ്റണം. നമ്മുടെ പഴുത്ത മാങ്ങ കൊണ്ടുള്ള അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ ഉണങ്ങിയ കുപ്പിയിലും അതുപോലെ എല്ലാ പാത്രങ്ങളും ഉണക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിൽ ഈ അച്ചാർ കേടില്ലാണ്ടിരിക്കും. അതുപോലെ നല്ലെണ്ണ മുകളിൽ വരുന്ന കാരണം ഒരിക്കലും ഇത് കേടുവരില്ല. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.